Students, welcome to the online classes of Academy Pagalkuri. Here I am Ranjit. I am going to teach you English. ഇപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തത് നിങ്ങളുടെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിനെ കുറിച്ചാണ്. I told you you have two textbooks to learn. നിങ്ങൾക്ക് രണ്ട് ടെക്സ്റ്റ് ബുക്കുകളാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്കിനകത്ത് ഞാൻ പറഞ്ഞു you have to learn 3 units. 3 യൂണിറ്റ്സ് ആണ് പഠിക്കാനുള്ളത്. അല്ലെ ഫസ്റ്റ് യൂണിറ്റും അതിനോടനുബന്ധിച്ചുള്ള പാഠങ്ങളെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തു. Your first unit is glimpses of green. ഗ്ലിംസസ് ഓഫ് ഗ്രീൻ എന്ന് പറയുന്നതാണ് ഒന്നാമത്തെ യൂണിറ്റ്. അതിനകത്തുള്ള 3 പാഠങ്ങൾ ഏതൊക്കെയാന്ന് പറയുന്നത് അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ ബൈ റസ്കിൻ ബോണ്ട്. സെക്കൻഡ് ലെസൺ എന്ന് പറയുന്നത് ദി സ്നേക്ക് ആൻഡ് ദി മിറർ ബൈ വൈക്കം മുഹമ്മദ് ബഷീർ. തേർഡ് വൺ ഇറ്റ്സ് എ പോം, ഒരു കവിതയാണ്. കവിതയുടെ പേരെന്ന് പറയുന്നത് ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ്. ഇത്രയുമാണ് നിങ്ങളുടെ ഒന്നാമത്തെ യൂണിറ്റിലെ പാഠങ്ങൾ. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. നമ്മൾ എന്തായാലും ആ യൂണിറ്റിന്റെ പേരെന്ന് ഇപ്പോൾ എഴുതാം, ഗ്ലിംസസ് ഓഫ് ഗ്രീൻ. നമ്മുടെ ഓരോ യൂണിറ്റും ഓരോ തീം ബേസ്ഡ് ആണ്. അതായത് ഇതിനകത്ത് ഗ്ലിംസസ് ഓഫ് ഗ്രീൻ എന്ന് പറയുന്നത് പ്രകൃതിയുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ടോപ്പിക്കാണ്, ഒരു യൂണിറ്റ് ആണ് യൂണിറ്റ് 1 എന്ന് പറയുന്നത്. നമ്മൾ അതിനകത്ത് പഠിച്ചുകൊണ്ടിരുന്ന പാഠം എന്ന് പറയുന്നത് ദ സ്നേക്ക് ആൻഡ് ദ മിറർ ആണ് ബൈ വൈക്കം മുഹമ്മദ് ബഷീർ. ഓക്കെ, അപ്പം ദ സ്നേക്ക് ആൻഡ് ദ മിറർ ബൈ വൈക്കം മുഹമ്മദ് ബഷീർ. അപ്പൊ അദ്ദേഹത്തിനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു. ബേപ്പൂർ സുൽത്താൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ അതിനകത്ത് ഞാൻ പറഞ്ഞു ഇറ്റ് ഈസ് ദ സ്റ്റോറി ഓഫ് എ ഹോമിയോപത്ത്, ഒരു ഹോമിയോ ഡോക്ടറുടെ കഥയാണ്. അദ്ദേഹം ചോദിച്ചു എന്താണ് ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ സമയത്ത് തന്നെ അദ്ദേഹം ചോദിക്കുന്നത് നിങ്ങളുടെ ആരുടെയെങ്കിലും ദേഹത്ത് ഒരു പാമ്പ് ചുറ്റിട്ടിരുന്നിട്ടുണ്ടോ? എന്നിട്ട് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കഥ പറഞ്ഞു കൊടുക്കുകയാണ് അല്ലെ. ഒരു നറേറ്റീവ് സ്റ്റൈലിലാണ് നമ്മുടെ ഈ ഒരു കഥ പറഞ്ഞിരിക്കുന്നത്. അപ്പം അദ്ദേഹത്തിന്റെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. എന്താണ് അദ്ദേഹം താമസിച്ചത് ഒരു റെന്റഡ് റൂമിലാണ്. ഇറ്റ് വാസ് നോട്ട് ഇലക്ട്രിഫൈഡ് അല്ലെ. എന്താണ് പിന്നെ അദ്ദേഹത്തിന്റെ ഏർണിങ്സ് വെയർ മീഗർ. അദ്ദേഹത്തിന്റെ സമ്പത്തിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? കുറച്ച് ഷർട്ട്സ്, ധോത്തീസ്, പിന്നെ 60 rupees ആൻഡ് 1 black coat, 1 dirty vest. ഇത്രയൊക്കെയാണ് അദ്ദേഹത്തിന്റെ സമ്പാദ്യങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞു. He wanted to marry a woman doctor and he always wanted to keep a beautiful smile on his face. ഇതൊക്കെയാണ് നമ്മൾ അതിനകത്ത് പറഞ്ഞത്. അപ്പൊ പിന്നീട് എന്താണ് സംഭവിച്ചെന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലൂടെ ചർച്ച ചെയ്യാം. ഓക്കെ, അപ്പൊ എന്തായാലും പാഠത്തിന്റെ പേര് പറയാം. എന്താണ്? ദ സ്നേക്ക് ആൻഡ് ദ മിറർ. ദ സ്നേക്ക് ആൻഡ് ദ മിറർ. ബൈ ബഷീർ, വൈക്കം മുഹമ്മദ് ബഷീർ. ഓക്കെ, ബൈ വൈക്കം മുഹമ്മദ് ബഷീർ. അപ്പൊ നമ്മൾ എവിടം വരെ പഠിപ്പിച്ചു എന്നുള്ള കാര്യം ഞാൻ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വെച്ചായിരുന്നു. എന്താണ്? അദ്ദേഹത്തിന് ഭയങ്കരമായ താല്പര്യമായിരുന്നു സുന്ദരനായിരിക്കാനായിട്ട്. അതിനുവേണ്ടിയുള്ള ഡിസിഷനൊക്കെ രാത്രിയിൽ അദ്ദേഹം കണ്ണാടി നോക്കിയിട്ട് എന്താ സംഭവിച്ചത്? ഒരു കോബ്ര അവിടേക്ക് ലാൻഡ് ചെയ്തു അല്ലെ. അതൊരു വലിയൊരു പാമ്പാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും പിന്നീട് സംഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പാഠത്തിലൂടെ പോവാം. ഓക്കെ, അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ നോട്ടിലൂടെ എഴുതിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് പാഠത്തിലോട്ട് പോകാം. പഠിപ്പിച്ചു വരാം. അതിനുശേഷം പേജ് നമ്പർ 25 ഫസ്റ്റ് പാരഗ്രാഫിൽ നമ്മൾ പഠിച്ചത് നമുക്ക് അതിന്റെ ബാക്കി സെഷനിലോട്ട് പോകാം. I got up, lit a beedi and paced up and down the room. Then another lovely thought struck me. I would marry. I would get married to a woman doctor who had plenty of money and a good medical practice. She had to be fat for a valid reason. If I made some silly mistake and needed to run away, she should not be able to run after me and catch me. I got up, lit a beedi. ഇപ്പൊ നമ്മുടെ അദ്ദേഹം അങ്ങോട്ട് വരാന്തയിലേക്ക് ഇറങ്ങി നിന്നു. ഇത്തിരി കാറ്റ് കിട്ടാനായിട്ട് അദ്ദേഹത്തിന് കാറ്റൊന്നും കിട്ടിയില്ല. അദ്ദേഹം തിരിച്ച് മുറിയിലേക്ക് വന്ന കാര്യമൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു അല്ലേ. I got up, ഞാൻ അവിടെ നിന്ന് ചെയറിൽ നിന്ന് എഴുന്നേറ്റു. lit a beedi, ഞാൻ ബീഡി കത്തിച്ചു. ബീഡി എന്ന് പറഞ്ഞാൽ നമുക്ക് മലയാളം വാക്കാണല്ലോ ബീഡി. ആ ബീഡി കത്തിച്ചു. ആൻഡ് പേസ് അപ്പ് ആൻഡ് ഡൗൺ ദ റൂം, ആ റൂമില് അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ നടന്നു. ദെൻ അനദർ ലവ്ലി തോട്ട് സ്ട്രക്ക് മീ, പെട്ടെന്നാണ് മനോഹരമായൊരു ചിന്ത എന്നിൽ ഉടക്കിയത്. ഐ വുഡ് മാരി, കല്യാണം കഴിച്ചേക്കാം. ഐ വുഡ് ഗെറ്റ് മാരീഡ് ടു എ വുമൺ ഡോക്ടർ ഹു ഹാഡ് പ്ലെന്റി ഓഫ് മണി ആൻഡ് എ ഗുഡ് മെഡിക്കൽ പ്രാക്ടീസ്. അതായത് ഇഷ്ടം പോലെ പണമുള്ള, അതുപോലെ നല്ലൊരു മെഡിക്കൽ പ്രാക്ടീസ് ഉള്ള ഒരു ഡോക്ടർ തന്നെ കിട്ടിയേക്കാം. She had to be fat. പക്ഷെ അവൾ തടിച്ചിരിക്കണമായിരുന്നു കേട്ടോ. ഫോർ എ വാലിഡ് റീസൺ. ആയിട്ട് കാരണമുണ്ട്.
If I made some silly mistake and needed to run away, she should not be able to run after me and catch me. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് ഓടേണ്ട സാഹചര്യം വന്നാൽ അവൾ ഓടിച്ചിട്ട് പിടിക്കരുത്. കാരണം തടിയുള്ള ആൾക്കാര് പെട്ടെന്ന് ഓടിയെത്തത്തില്ലല്ലോ. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് അല്ലെ, എന്താണ്, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്ത് ഓടേണ്ടി വന്നാൽ അവൾ എന്നെ ഓടിച്ചിട്ട് പിന്തുടർന്ന് പിടിക്കാൻ പാടില്ല. അദ്ദേഹം മറന്നു പോകുന്നു, തടിയുള്ളവരൊക്കെ ചവിട്ടി പിടിച്ചിടിച്ചാലോ. With such thoughts in my mind, I resumed my seat in the chair in front of the table. There were no more sounds from above. Suddenly, there came a dull thud as if a rubber tube had fallen to the ground. Surely nothing to worry about. Even so, I thought I would turn around and take a look. No sooner had I turned than a fat snake wriggled over the back of the chair and landed on my shoulder. The snake's landing on me and my turning were simultaneous. With such thoughts in my mind, I resumed my seat in the chair in front of the table. ഇപ്പോൾ വിവാഹം കഴിക്കണം, എന്നെക്കാളും തടിച്ചൊരു സ്ത്രീ ആയിരിക്കണം, ഭയങ്കരമായ ഡോക്ടർ തന്നെ ആയിരിക്കണം, ഭയങ്കരമായ സമ്പത്തുള്ളവളായിരിക്കണം എന്നൊക്കെ പറഞ്ഞ് ആലോചിച്ച് ഞാൻ തിരിച്ച് ആ ചെയറിൽ വന്നിരുന്നു, ടേബിളിനടുത്തുള്ള ചെയറിൽ വന്നിരുന്നു. There were no more sounds from above. മുകളിൽ നിന്നുള്ള സൗണ്ട് ഇപ്പൊ കേൾക്കാനില്ലായിരുന്നു. എന്തായിരുന്നു മുകളിൽ നിന്നുള്ള സൗണ്ട്? ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞാണ്, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, the familiar sound. What was the sound? The sounds of rats. Suddenly there came a dull thud as if a rubber tube had fallen to the ground. പെട്ടെന്ന് എന്തോ തറയിൽ വന്ന് പതിക്കുന്ന ശബ്ദം കേട്ടു. എന്തോ ഒരു റബ്ബർ ട്യൂബ് കണക്കുള്ള സാധനം പതിച്ചതിന്റെ ശബ്ദമാണ് കേട്ടത്. Surely nothing to worry about. പേടിക്കാനൊന്നുമില്ല, എന്തോ ഒരു സാധനം വന്ന് വീണു അല്ലേ, പ്രത്യേകിച്ച് പേടിക്കാൻ എന്തോ. Even so, I thought I would turn around and take a look. No sooner had I turned than a fat snake wriggled over the back of the chair and landed on my shoulder. ഞാൻ എന്താണെന്ന് തിരിയാനായിട്ട് നോക്കിയതും ഒരു പാമ്പ് എന്ത് ചെയ്തു, ആ തറയിലൂടെ ഇടഞ്ഞ് കയറി എവിടെയിരുന്നു, എന്റെ ഷോൾഡറിൽ വന്നിരുന്നു. The snakes landing on me and my turning were simultaneous. ഞാൻ തിരിഞ്ഞതും പാമ്പ് ഒന്ന് തോളിലിടുന്നതും ഒരുമിച്ചിരുന്നു അല്ലെ, പാമ്പ് ഇങ്ങനെ ഇരിക്കുക. I didn't jump, I didn't tremble, I didn't cry out. There was no time to do any such a thing. The snake slithered along my shoulder and coiled my left arm above the elbow. The hood was spread out and its head was hardly 3 or 4 inches from my face. I didn't jump. ചാടിയില്ല, പാമ്പ് തോളിയിരിക്കുകയാണ്, ചാടിയ കഴുത്തിലിട്ട് കൊത്തും. I didn't tremble. ഞാൻ പേടിച്ചു വറച്ചില്ല. I didn't cry out. ഞാൻ ഉച്ചത്തിൽ കരഞ്ഞതുമില്ല. ഇത് എന്ത് സംഭവിച്ചാലും പാമ്പ് കൊത്തും. അതുകൊണ്ടാണ് അദ്ദേഹം നിശബ്ദത പാലിച്ചു കേട്ടോ. There was no time to do any such a thing. സത്യം പറഞ്ഞ ഇതിനൊന്നും സമയം ഉണ്ടായിരുന്നില്ല. പാമ്പാണെന്ന് തിരിച്ചറിഞ്ഞപ്പോഴത്തേക്ക് തോളിയിരുന്നു. The snake slithered along my shoulder and coiled around my left arm above the elbow. കൈമുട്ട് മുകളിലായിട്ട് മെല്ലെ തോളിൽ നിന്ന് ഇടഞ്ഞ് എന്റെ കയ്യിൽ പാമ്പ് ചുറ്റിട്ടിരിക്കാൻ തുടങ്ങി. The hood was spread out and its head was hardly 3 or 4 inches from my face. അത് സാധാരണ പാമ്പല്ല, ഹൂഡ് പത്തിയുള്ള പാമ്പ്. പത്തിക്കാരെന്ന് പറയത്തില്ലേ നമ്മള്, മൂർഖനാണല്ലേ. അത് ഒരുപാട് ദൂരമൊന്നുമില്ല, 3-4 ഇഞ്ച് മാറി ഇങ്ങനെ ഇരിക്കുകയാണ് മുഖത്ത് നോക്കി. ഏത് നിമിഷവും കൊത്ത് പ്രതീക്ഷിക്കാം. It would not be correct to say merely that I sat there holding my breath. I was turned into stone, but my mind was very active. The door opened into darkness. The room was filled with darkness. In the light of the lamp, I sat there like a stone image in the flesh. It would not be correct to say merely that I sat there holding my breath. ശ്വാസം അടക്കി പിടിച്ച് അല്ലേ, ശ്വാസം വിട്ടു കഴിഞ്ഞാൽ പോലും there is a possibility ഉണ്ടല്ലേ, പാമ്പ് കൊത്താനുള്ള സാധ്യതയുണ്ട്. അടക്കി പിടിച്ചിരിക്കാൻ. I was turned into stone. എന്തായി മാറ്റപ്പെട്ടതുപോലെ, ഒരു കല്ലായതുപോലെ ഇങ്ങനെ ഇരിക്കുകയാണ്. അനങ്ങി കഴിഞ്ഞാൽ പാമ്പ് കൊത്തും. But my mind was very active. എൻ്റെ ഇത്രയും വലിയ ശരീരത്തിനകത്ത് ആക്റ്റീവായിട്ടുള്ള ഒന്നേ ഉള്ളൂ, അതെന്റെ മനസ്സാണ്. ശരീരഭാഗങ്ങളൊന്നും അനങ്ങുന്നില്ല. അനങ്ങിയ എന്ത് വീഴും, പാമ്പിന്റെ കൊത്തു വീഴും. The door opened into darkness. ഡോറ് ഇരുട്ടിലേക്ക് തുറന്നിട്ടിരിക്കുകയായിരുന്നു അല്ലെ. The room was filled with darkness. നേരത്തെ വരാന്തയിലേക്ക് കാറ്റ് കിട്ടാൻ വേണ്ടി ഇറങ്ങിപ്പോലെ ഡോർ തുറന്നിട്ടേക്കായിരുന്നു. ഇരുട്ടാണ് റൂം നിറച്ച്. In the light of the lamp, I sat there like a stone image in the flesh. ആകപ്പാടെ വെട്ടമുള്ളത് എന്തിന്റെ വെട്ടം മാത്രമാണ്? ആ മണ്ണെണ്ണ വിളക്കിന്റെ വെട്ടമാണ്.
ആ വെട്ടത്തില് ഒരു എന്ത് ഇമേജ് പോലെ, ഒരു സ്റ്റോൺ ഇമേജ് പോലെ, മാംസത്തിൽ ഉണ്ടാക്കിയ ഒരു ഇമേജ് പോലെ ഞാൻ അങ്ങനെ ഇരിക്കുകയാണ്, ഒരു കല്ല് പോലെ ഇങ്ങനെ ഇരിക്കുകയാണ്. പക്ഷെ കല്ല് പോലെയാണ്, പക്ഷെ മാംസമുണ്ട്, അല്ലേ? അനങ്ങുന്നില്ല. I felt then the great presence of the creator of this world and this universe. God was there. Suppose I said something and he did not like it. I tried in my imagination to write in bright letters outside my little heart the words, "Oh God." I felt then the great presence of the creator of this world and this universe. ഈ പ്രപഞ്ചത്തിന്റെയും ഈ ലോകത്തിന്റെയും സൃഷ്ടാവ്, അല്ലെ, അദ്ദേഹത്തിന്റെ ഒരു പ്രസൻസ് എനിക്ക് അവിടെ ഫീൽ ചെയ്തു. ഗോഡ് വാസ് ദെയർ, ദൈവം ഉണ്ടായിരുന്നു. സപ്പോസ് ഐ സെഡ് സംതിങ് ആൻഡ് ഹി ഡിഡ് നോട്ട് ലൈക്ക് ഇറ്റ്. ഞാൻ എന്തെങ്കിലും പറഞ്ഞത് ദൈവത്തിന് ഇഷ്ടപ്പെട്ടിട്ടില്ലായിരിക്കാം. ഐ ട്രൈഡ് ഇൻ മൈ ഇമാജിനേഷൻ ടു റൈറ്റ് ഇൻ ബ്രൈറ്റ് ലെറ്റേഴ്സ് ഔട്ട്സൈഡ് മൈ ലിറ്റിൽ ഹാർട്ട് ദ വേർഡ്സ് ഓഫ് ഗോഡ്. എനിക്ക് വാഗോണ്ട് ദൈവത്തെ വിളിക്കാനാകില്ല, അല്ലേ? കാരണം സംസാരിച്ചു കഴിഞ്ഞാൽ അവിടെ പാമ്പിന്റെ കടിയേൽക്കും. അതുകൊണ്ട് ഞാൻ എൻ്റെ ഹൃദയത്തിന്റെ വെളിയിൽ ഇങ്ങനെ എഴുതി, ബ്രൈറ്റ് ലെറ്റേഴ്സിൽ എഴുതി, ഓ ഗോഡ്, ദൈവമേ, ദൈവം മാത്രമാണ്, അല്ലേ, ഈ സമയത്ത് സഹായിക്കേണ്ടത്. There was some pain in my left arm. It was as if a thick leaden rod, no, a rod made of molten fire, was slowly but powerfully crushing my arm. The arm was beginning to be drained of all strength. What could I do? There was some pain in my left arm. പാമ്പാണ് ചുറ്റിട്ടിരിക്കുന്നത്. ചുറ്റിട്ട് മുറുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് അനുഭവപ്പെടും? വേദന അനുഭവപ്പെടും. ഇവിടെ അദ്ദേഹത്തിന് വേദന അനുഭവപ്പെട്ടു. It was as if a thick leaden rod, no, a rod made of molten fire. ലെഡ് കൊണ്ടുള്ള ഒരു റോഡ് കൊണ്ട് പിടിക്കുന്നത് പോലെ, അതല്ലെങ്കിൽ ഒരു മോൾട്ടൺ ഫയർ, അല്ലെ, ഒരു തീ കൊണ്ടുള്ളത് പോലെ, എന്തോ ഒരു ഭയങ്കരമായ ഒരു വേദന അദ്ദേഹത്തിന് ഫീൽ ചെയ്തു. സ്ലോലി ബട്ട് പവർഫുള്ളി ക്രഷിംഗ് മൈ ആം. എന്റെ കൈ പിടിച്ച് ഞെരുക്കുന്നത് പോലെ, അല്ലെ, ഇറുക്കുന്നത് പോലെ തോന്നൽ. ദ ആം വാസ് ബിഗിനിങ് ടു ബി ഡ്രെയിൻഡ് ഓഫ് ഓൾ സ്ട്രെങ്ത്. കൈയുടെ എല്ലാ ആരോഗ്യം ചോർന്നു പോകുന്നത് പോലെ. വാട്ട് കുഡ് ഐ ഡു? എന്തു ചെയ്യാനാണല്ലേ? At my slightest movement, the snake would strike me. Death lurked 4 inches away. Suppose it struck, what was the medicine I had to take? There were no medicines in the room. I was but a poor, foolish and stupid doctor. I forgot my danger and smiled feebly at myself. At my slightest movement, the snake would strike me. ചെറുതായിട്ട് നനങ്ങിയാൽ പോലും പാമ്പ് കടിക്കുമായിരുന്നു. Death lurked 4 inches away. മരണം ഒരു 4 ഇഞ്ച് മാറി കാത്തിരിക്കുകയാണ് എന്നെ കൊണ്ടുപോകാനായിട്ട്. ഒരു 4 ഇഞ്ച് അപ്പുറത്ത് മരണം ഇങ്ങനെ ഇരിക്കുകയാണ്, അല്ലെ? അപ്പൊ മരണയുടെ ഹരാണ്, പാമ്പിന്റെ കടിയാണ് ഉദ്ദേശിക്കുന്നത്. Suppose it struck, what was the medicine I had to take? നീ അത് കടിച്ചിരുന്നെങ്കിൽ എന്ത് മരുന്നായിരുന്നു എടുക്കേണ്ടത്? അതും അറിയത്തില്ല. There were no medicines in the room. ഇവിടെയൊന്നും ഒരു മരുന്നും ഉണ്ടായിരുന്നില്ല. I was but a poor, foolish and stupid doctor. ഒരു വിഡ്ഢിയായ മണ്ടനായ ഡോക്ടറായിരുന്നു ഞാൻ, അല്ലെ? ഒന്നും അറിയില്ല എന്ത് മരുന്നാണ്, അവിടെ എന്തെങ്കിലും മരുന്നുണ്ടോ, ഒന്നുമില്ല. I forgot my danger and smiled feebly at myself. ഞാൻ എൻ്റെ ആ ഒരു അവസ്ഥ പോലും മറന്നറിയാതെ ചിരിച്ചു പോയത് ഇനിയമായൊരു ചിരിയായിരുന്നു. It seemed as if God appreciated that. The snake turned its head. It looked into the mirror and saw its reflection. I do not claim that it was the first snake that had ever looked into a mirror, but it was certain that the snake was looking into the mirror. Was it admiring its own beauty? Was it trying to make an important decision about growing a mustache or using eyeshadow and mascara or wearing a vermilion spot on its forehead? It seemed as if God appreciated that. ഞാൻ പുഞ്ചിരിച്ചു പറഞ്ഞില്ലേ, ദയനീയമായുള്ള ചിരിയുണ്ട്. ദൈവം മിക്കവാറും എന്ത് ചെയ്തിട്ടുണ്ടായി? അഭിനന്ദിച്ചിട്ടുണ്ടായിരിക്കാം. The snake turned its head. എന്ത് പറ്റിയെന്നറിയില്ല, പാമ്പ് അതിന്റെ തല മാറ്റി. എന്റെ മുഖത്തോട് നോക്കിക്കൊണ്ടിരിക്കുക, എന്തല്ല എന്റെ തല മാറ്റി. It looked into the mirror and saw its reflection. മെല്ലെ അത് കണ്ണാടിയിലേക്ക് നോക്കി, അതിന്റെ തന്നെ റിഫ്ലക്ഷൻ കണ്ടു, പ്രതിബിംബം കണ്ടു. I do not claim that it was the first snake that had ever looked into a mirror. ഒരു കണ്ണാടിയിൽ നോക്കിയിട്ടുണ്ടായിരുന്ന ആദ്യത്തെ പാമ്പാണ് ഇതെന്ന് ഞാൻ ഒരിക്കലും വാദിക്കില്ല.
ഇതിനു മുമ്പ് പാമ്പുകൾ കണ്ണാടി നോക്കിയിട്ടുണ്ടായിരിക്കാം, പക്ഷെ എന്തായാലും എന്റെ കയ്യിൽ ചുറ്റിട്ടിരുന്ന പാമ്പ് കണ്ണാടിയിലേക്ക് ആ സമയം നോക്കി. But it was certain that the snake was looking in the mirror. Was it admiring its own beauty? ആ പാമ്പ് അതിന്റെ തന്നെ സൗന്ദര്യം ആസ്വദിക്കുകയായിരുന്നു. Was it trying to make an important decision about growing mustache? ചിലപ്പം പാമ്പ് തീരുമാനം എടുക്കുകയായിരിക്കും, ഒരു മീശ വളർത്തിയാൽ എന്താ കൊള്ളാം അല്ലെ, പാമ്പിന്റെ പത്തിയുടെ സൈഡിൽ രണ്ട് മീശ സൂപ്പർ ആയിരിക്കും. അതുമല്ലെങ്കിൽ ഓർ യൂസിങ് ഐ ഷാഡോ ആൻഡ് മസ്കാര, ഒരു കൺമഷിയൊക്കെ എഴുതി നടന്നാൽ എന്താ സൂപ്പർ ആയിരിക്കും അല്ലെ. ഓർ വിയറിങ് എ വെർമീലിയൻ സ്പോട്ട് ഓൺ ഇറ്റ്സ് ഫോർഹെഡ്, അല്ലെങ്കിൽ നെറ്റിയിൽ ഒരു സിന്ദൂര കുറിയിട്ട് നടന്നാൽ എന്താ. ഇതൊക്കെ ആയിരിക്കാം പാമ്പ് ആലോചിക്കുന്നത്. I didn't know anything for certain. What sex was the snake? Was it male or female? I will never know, for the snake unwound itself from my arm and slowly slithered into my lap. From there it crept onto the table and moved towards the mirror. Perhaps it wanted to enjoy its reflection at a closer quarters. I didn't know anything for certain. What sex was the snake? എനിക്കൊന്നും അറിയില്ല. പാമ്പ് ഇനി ആണാണോ പെണ്ണാണോ അത് ഒന്നും അറിയത്തില്ല. I will never know. ഇതുവരെ അറിയത്തില്ല. For the snake unwound itself from my arm and slowly slithered into my lap. മെല്ലെ എൻ്റെ കയ്യിൽ നിന്ന് ചുറ്റഴിച്ച് ഇഴഞ്ഞ് നേരെ എൻ്റെ മടിയിലേക്ക് വന്നിരുന്നു. From there it crept onto the table. അവിടെ നിന്ന് ഇഴഞ്ഞ് നേരെ ടേബിളിന് മുകളിലെത്തി. And moved towards the mirror. എന്നിട്ട് കണ്ണാടിയെ ലക്ഷ്യമാക്കി നീങ്ങി. Perhaps it wanted to enjoy its reflection at a closer quarters. കൂടുതലും അത് എന്ത് കണ്ണാടിയിൽ അതിന്റെ രൂപം അടുത്ത് കാണാൻ വേണ്ടി ആയിരുന്നിരിക്കാം. It was no mere image cut in granite. I was suddenly a man of flesh and blood. Still holding my breath, I got up from the chair. I quietly went out through the door into the veranda. From there, I leapt into the yard and ran for all I was worth. I was no mere image cut in granite. പാമ്പ് ഇറങ്ങി പോയിട്ടും അനങ്ങാതിരിക്കാൻ ഞാൻ ഗ്രാനൈറ്റിൽ തീർത്ത പ്രതിമയല്ലായിരുന്നു. പാമ്പ് ഇറങ്ങിപ്പോയാൽ പിന്നെ നമ്മളോട് ഇരിക്കൂ. I was suddenly a man of flesh and blood. പെട്ടെന്ന് പച്ചയായ മാംസവും രക്തവും ഒക്കെ ഉള്ള ഒരു മനുഷ്യനായി ഞാൻ മാറി. Still holding my breath. ശ്വാസം അടക്കി പിടിച്ച് I got up from the chair. കസേരന്ന് ചാടി എഴുന്നേറ്റു. I quietly went out through the door into the veranda. മെല്ലെ ഞാൻ ആ ഡോറിലൂടെ വരാന്തയിലേക്ക് ഇറങ്ങി. From there I leapt into the yard and ran for all I was worth. എന്നിട്ട് അവിടെ നിന്ന് എടുത്തടി ഓടാം, പിന്നെ നിന്നിട്ടില്ല. Each of us heaved a sigh of relief. ഞാൻ പറഞ്ഞു, the doctor was narrating a story. ഈ കഥ കേട്ടപ്പോൾ ആൾക്കാർ, അത് കേട്ടിരുന്ന ആൾക്കാരെല്ലാം ദീർഘനിശ്വാസം വിട്ടു. അയ്യോ, വല്ലാത്ത സംഭവമായി പോയി. Each of us heaved a sigh of relief. All of us lit beedies. കേട്ടിരുന്ന എല്ലാ ആൾക്കാരും, ആകാംക്ഷാഭരിതരായിരുന്ന എല്ലാ ആൾക്കാരും ബീഡി എത്തിച്ചു വലിച്ചു. ഇത് ബീഡിയുടെ പരസ്യമൊന്നും അല്ല കേട്ടോ. Somebody asked, Doctor, is your wife very fat? പെട്ടെന്ന് ആരോ ചോദിച്ചു, ഡോക്ടർ താങ്കളുടെ ഭാര്യ, ഇപ്പൊ ഒരുപാട് ആൾ കഴിഞ്ഞില്ലേ, താങ്കളുടെ ഭാര്യ തടിച്ചിട്ടാണോ മെലിഞ്ഞിട്ടാണോ, താങ്കൾ ആഗ്രഹിച്ച പോലെ തന്നെ കിട്ടിയോ? No, the doctor said, God willed otherwise. My life companion is a thin, reedy person with the gift of a sprinter. ഡോക്ടർ പറഞ്ഞു, അല്ലല്ല, ഗോഡ് വിൽ അതർവൈസ്, നമ്മൾ ആഗ്രഹിക്കുന്നതല്ല ദൈവം തരുന്നത്, ദൈവം മറ്റൊന്നാണ് നൽകിയത്. മൈ ലൈഫ് കമ്പാനിയൻ ഈസ് എ തിൻ റീഡി പേഴ്സൺ. എന്റെ ഭാര്യ എന്ന് പറയുന്നത് മെലിഞ്ഞിട്ട, റീഡി എന്ന് പറയുന്നത് പുൽനാമ്പ് പോലെ വളരെ മെലിഞ്ഞ സ്ത്രീയാണ്. വിത്ത് ദ ഗിഫ്റ്റ് ഓഫ് എ സ്പ്രിന്റർ, ഭയങ്കര ഓടാൻ കഴിവുള്ള ഒരു സ്ത്രീ കൂടിയാണ്. നല്ല ഓട്ടമാണ്, പെട്ടെന്ന് ഓടി പിടിച്ചു. എന്തെങ്കിലും തെറ്റ് കേട്ട് ഞാൻ ഓടാൻ ശ്രമിക്കുന്ന സമയത്ത് തന്നെ അവൾ മുമ്പിൽ നിന്നോളും. അത്ര വേഗത്തിൽ ഓടുന്ന ഒരു പെൺകുട്ടി കൂടിയായിരുന്നു. Someone else asked, Doctor, when you ran, did the snake follow you? വേറെ ആരോ വീണ്ടും ചോദിച്ചു, ഡോക്ടർ, നിങ്ങൾ ഓടിപ്പോയപ്പോഴത്തേക്ക് നിങ്ങളുടെ പുറകെ പാമ്പ് വന്നായിരുന്നു? The doctor replied, I ran and ran till I reached a friend's house. Immediately I smeared oil all over myself and took a bath. I changed into fresh clothes. The next morning at about 8:30, I took my friend and one or two others to my room to move my things from there.
but we found we had little to carry. Some thief had removed most of my things. The room had been cleaned out, but not really. The thief had left behind one thing as a final insult. The doctor replied. Doctor കൊടുത്ത മറുപടിയാണ്, I ran and ran till I reached a friend's house. ഞാൻ ആ വാടക വീട്ടിൽ നിന്ന് എടുത്താടി ഓടി എവിടേക്ക് എത്തി? എൻ്റെ ഒരു സുഹൃത്തിന്റെ വീട് എത്തുന്നവരെ ഓടി. Immediately I smeared oil all over myself and took a bath. അവിടെ ചെന്നിട്ട് ദേഹമാസകലം എണ്ണയൊക്കെ തേച്ചിട്ട് ഒരു കുളി അങ്ങ് പാസ്സാക്കി. I changed into fresh clothes. നല്ല വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞു. The next morning, പിറ്റേന്ന് at about 8:30, ഒരു 8:30 മണിയായപ്പോൾ I took my friend and 1 or 2 others to my room to move my things from there. ഞാൻ എൻ്റെ സുഹൃത്തിനെ 1-2 പേരുടെ കൂട്ടി എൻ്റെ വാടക മുറിയിലേക്ക് പോയി അവിടുന്ന് സാധനമൊക്കെ ഞൂണ്ട. ഇനി ആ വീട്ടിൽ താമസിക്കുന്നില്ല. But we found we had little to carry. വീട്ടിൽ ചെന്നപ്പം ഒന്നുമില്ല എടുക്കാൻ. Some thief had removed most of my things. ഏതോ ഒരു കള്ളം വന്ന് എല്ലാം എടുത്തോണ്ട് പോയേക്കും. The room had been cleaned out. വൃത്തിയാക്കിയിട്ടേക്കാണ്. But not really. The thief had left behind one thing as a final insult. ഒരു നാണക്കേട് ബാക്കിയിട്ടിട്ടാ കള്ളം പോയത്. What was that? I asked. എന്തായിരുന്നു? The doctor said. ഡോക്ടർ പറഞ്ഞു, my vest, the dirty one. ഇതായിരുന്നു എന്റെ ബനിയൻ. ആ വൃത്തിയില്ലാത്ത അഴുകറിഞ്ഞ ബനിയനുണ്ടല്ലോ, അതോടെ ഇട്ടിട്ടാ പോയത്. The fellow had such a sense of cleanliness. The rascal would have taken it and used it after washing it with the soap and water. ആ വൃത്തിയിട്ടവന് അവന് വേണമെങ്കിൽ അത് എടുത്തുകൊണ്ട് പോയി കഴുകി സോപ്പൊക്കെ ഉപയോഗിച്ചിട്ട് എടുക്കായിരുന്നു, വീണ്ടും റീയൂസ് ചെയ്യായിരുന്നു. Did you see the snake the next day, doctor? Did you see the snake? അടുത്ത ചോദ്യം പറയാൻ വരികയാണ്. ഡോക്ടറെ, അടുത്ത ദിവസം നിങ്ങൾ ആ പാമ്പിനെ കണ്ടായിരുന്നു? ഡോക്ടർ laughed. ഡോക്ടർ ചിരിച്ചു. I have never seen it since. അതിനുശേഷം ഞാൻ കണ്ടിട്ടേ ഇല്ല. It was a snake which was taken with its own beauty. എന്തായാലും സ്വന്തം സൗന്ദര്യം ആരാധിക്കുന്ന ഒരു പാമ്പ് തന്നെയായിരുന്നു അല്ലേ? അതുകൊണ്ടാണ് എൻ്റെ ജീവൻ എനിക്ക് രക്ഷപ്പെടുത്താൻ സാധിച്ചത്. ഇത്രയുമാണ് അതിലെ സ്റ്റോറി എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഏറെക്കുറെ എന്താണ് അതിന്റെ ഫണ്ണി ആയിട്ടുള്ള ഇൻസിഡന്റ്, ഇത് വിവരിച്ചിരുന്ന ഫണ്ണി ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിശ്വസിക്കും. ഓക്കെ, അപ്പൊ ഇത് എഴുതുന്നതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ ആ സൈഡ് ക്വസ്റ്റ്യൻ കൂടി എഴുതിയേക്കാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. കുറെ ക്വസ്റ്റ്യൻസ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, നിങ്ങൾ ആൻസർ ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നോട്ട്ബുക്കിൽ എഴുതാൻ മറക്കരുത് കേട്ടോ. എന്താണ്? Again came that noise from above. Did the doctor pay much attention to the noise? Why? അതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. What kind of a woman does the doctor want to marry? Why? ഏത് തരത്തിലുള്ള സ്ത്രീയാണ് ഡോക്ടർ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചത്? എന്തുകൊണ്ട്? ഏത് തരത്തിലുള്ളതാണ്, എന്തുകൊണ്ടെന്ന് ഞാൻ പറഞ്ഞു. What happened when the doctor was sitting on his chair? അദ്ദേഹം കസേരയിൽ ഇരിക്കുന്ന സമയത്ത് എന്താണ് സംഭവിച്ചത്? എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ലേ? അത് എഴുതുക കേട്ടോ. How did the doctor react when the snake landed on him? ആ പാമ്പ് അദ്ദേഹത്തിന്റെ ദേഹത്ത് വന്നിരുന്നപ്പോൾ അദ്ദേഹം എങ്ങനെയാണ് റിയാക്ട് ചെയ്തത്? എന്തെങ്കിലും റിയാക്ട് ചെയ്തോ അതോ മിണ്ടാതിരുന്നോ, എങ്ങനെയാണ് പ്രതികരിച്ചെന്നുള്ള എഴുതണം. Why did the doctor sit in the chair like a stone image in the flesh? ഒരു സ്റ്റോൺ ഇമേജ് ഇൻ ദ ഫ്ലഷ് പോലെ ഇരുന്നത് എന്തുകൊണ്ടാണ്? നെക്സ്റ്റ്, in the story the snake and mirror is compared to the 3 objects. What are they? അതായത് സ്നേക്ക് എന്ന് പറയുന്ന ഒരു വേർഡ് അല്ലേ, സ്നേക്കിനെ 3 രീതിയിൽ കമ്പയർ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ വസ്തുക്കളോടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്? Why did he feel that he was a stupid doctor? എന്ന് പറയുന്നുണ്ട്, ഞാൻ വിട്ടിയ ഡോക്ടർ. എന്തുകൊണ്ട് അദ്ദേഹം സ്റ്റുപ്പിഡ് ഡോക്ടർ എന്ന് വിളിക്കാൻ കഴിയും അദ്ദേഹത്തെ തന്നെ? I was suddenly a man of flesh and blood. പെട്ടെന്ന് ഞാൻ പച്ചയായ മാംസവും രക്തമുള്ള മനുഷ്യനായി മാറി. What does the doctor mean by this statement? എന്താണ് നമ്മുടെ ഡോക്ടർ ഇതിലൂടെ അർത്ഥമാക്കുന്നത്? Why did the doctor run to his friend's house? എന്തുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ വീട്ടിലോട്ട് ഓടിയത്? Did the snake harm the doctor? പാമ്പ് അദ്ദേഹത്തെ ഉപദ്രവിച്ചോ? എന്തുകൊണ്ടാ? Last question. The thief had left behind one thing as a final insult. What was the insult? ആ കള്ളൻ ഒരു നാണക്കേട് ബാക്കി വെച്ചിട്ടാണ് ഓടിപ്പോയത് അല്ലേ, എടുത്തോണ്ട് പോയത്. എന്തായിരുന്നു നാണക്കേട്? അപ്പൊ ഇത്രയുമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് കേട്ടോ. അപ്പം നമ്മൾ പാഠം തീർത്തു, ഒപ്പം അതിനകത്തുള്ള ടെക്സ്റ്റൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസും എടുത്തു അല്ലേ. നോട്ട്സ് ഞാൻ ഈ ക്ലാസ്സിനോടൊപ്പം ഇട്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, താങ്ക് യു.